കൃഷി ജാഗരൺ കൃഷി വാർത്തകൾ പവേർഡ് ബൈ സ്റ്റീൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. റാഡിഷ് ഇവന്റ് സംഘടിപ്പിച്ച് കൃഷി ജാഗരൺ. സംയോജിത കൃഷിക്ക് സഹായം നൽകുന്നു. സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഈ മാസം 8-ന് ദൃശ്യമാകും. മാലിദ്വീപിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ നിരോധനം നീക്കി ഇന്ത്യ. കൃഷി ജാഗരൺ ഇന്നലെ ന്യൂഡൽഹിയിലെ ഓഫീസിൽ വെച്ച് റാഡിഷ് ഇവന്റ് സംഘടിപ്പിച്ചു. റൂട്ടീൻ ഫോർ റാഡിഷ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കാർഷിക വ്യവസായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും പങ്കാളികളും അടങ്ങുന്ന ഒരു പ്രമുഖ പാനൽ ഒത്തുചേർന്നു. റാഡിഷ് ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിൽ വിത്ത് സാങ്കേതികവിദ്യയുടെ പ്രാധാന്യം അടിവരയിടുന്ന മെച്ചപ്പെടുത്തിയ പോഷക മൂല്യവും മറ്റ് സവിശേഷതകളും പ്രദാനം ചെയ്യുന്ന സൊമാനി സീഡ്സ് നൽകുന്ന HY റാഡിഷ് X35 ഇനത്തിലാണ് പരിപാടി ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. റാഡിഷ് കയറ്റുമതി, റാഡിഷ് ഉൽപാദനക്ഷമത, റാഡിഷ് കൃഷിയിൽ വിത്ത് സാങ്കേതികവിദ്യയുടെ പങ്ക് തുടങ്ങി റാഡിഷ് കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ചർച്ച നടന്നു. സൊമാനി സീഡ്സ് ആണ് പരിപാടി സ്പോൺസർ ചെയ്തത്. കൃഷി ജാഗരൺ ആൻഡ് അഗ്രികൾച്ചർ വേൾഡിന്റെ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ MC ഡൊമിനിക്കിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വേണ്ടത്ര പ്രശസ്തി കിട്ടാതെ പോകുന്ന വിളകളെ വിപണിയിൽ എത്തിക്കാനും അവയുടെ കൃഷിരീതികൾക്കനുസരിച്ച് അവബോധം നൽകാനുമായി ഇത്തരത്തിൽ ഒരു നൂതനാശയം മുൻപോട്ട് വെച്ചത്. ഇതിലൂടെ കർഷകരെ വലിയ അളവിൽ പിന്തുണയ്ക്കാനാവുകയും പോഷക സമൃദ്ധമായ വിളകളെ വിപണിയിൽ സജീവമാക്കാനും കഴിയും. സൊമാനി കനക് സീഡ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ കമൽ സൊമാനി, CHAയുടെ സ്ഥാപകനും ചെയർമാനുമായ HP സിംഗ്, ഹോർട്ടിക്കൾച്ചർ കമ്മീഷണർ ഡോക്ടർ പ്രഭാത് കുമാർ, ഹോർട്ടിക്കൾച്ചർ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ സുധാകർ പാണ്ഡെ, അമിറ്റി യൂണിവേഴ്സിറ്റി ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഫൗണ്ടേഷൻ DG ഡോക്ടർ നൂതൻ കൗശിക്, IHM ഡയറക്ടർ PUSA ഡോക്ടർ കമൽ പന്ത്, സഹോൽ ഹെൽത്തിന്റെ CEOയും MDയുമായ ഡോക്ടർ ബിമൽ ചാജർ, IARI വെറ്റ് സയൻസ് HOD ഡോക്ടർ BS തോമർ, ഇന്ത്യ ഗവൺമെന്റിന്റെ മുൻ കൃഷി ഉപദേഷ്ടാവ് ഡോക്ടർ V സദാമത്ത്, ഉത്തർപ്രദേശിലെ ഹപൂരിൽ നിന്നുള്ള കർഷകരായ നിർദ്ദേശ് കുമാർ വർമ്മൻ, സന്ദീപ് സേനി തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി. തെങ്ങിൻ തോപ്പുകളിൽ ഉൽപാദന വർധനവിനായി ശാസ്ത്രീയ പരിപാലന മുറകൾ അനുവർത്തിക്കുന്നതിന് കൃഷി വകുപ്പ് സംയോജിത കൃഷിക്ക് സഹായം നൽകുന്നു. മണ്ണു പരിപാലന ഉപാധികൾ, വേപ്പിൻ പിണ്ണാക്ക്, NPK വളം, മഗ്നീഷ്യം സൾഫേറ്റ്, സസ്യ സംരക്ഷണോപാധികൾ, ജീവാണുവളങ്ങൾ, ജൈവ കീടനാശിനികൾ, പച്ചില വളവിത്തുകൾ, ഇടവിളകൾ എന്നിവയ്ക്കാണ് സഹായം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്ത് തുടർച്ചയായി 25 മുതൽ 50 ഹെക്ടറിൽ കൃഷി ചെയ്യുകയാണ് ലക്ഷ്യം. ഹെക്ടറിന് 35,000 രൂപ 2 ഗഡുക്കളായി സഹായം ലഭിക്കും. ഈ വർഷത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഈ മാസം ഏപ്രിൽ 8-ന് ദൃശ്യമാകും. എന്നാൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഈ ആകാശ പ്രതിഭാസത്തിന് നേരിട്ട് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമില്ല. 4 മിനിറ്റ് 28 സെക്കൻഡ് നേരം നീണ്ടു നിൽക്കുന്ന പൂർണ്ണ സൂര്യഗ്രഹണം വടക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലും ദൃശ്യമാകും. 2024-ലെ ആദ്യത്തെ സൂര്യഗ്രഹണമായിരിക്കും ഇത്. ഈ പ്രതിഭാസം ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിലൂടെ കടന്നു പോകുമ്പോൾ സൂര്യനെ ഭാഗികമായോ പൂർണ്ണമായോ തടയുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. 50 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ഇതെന്നാണ് കണക്കുകൂട്ടൽ. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്ന് കാനഡയിലേക്കും വ്യാപിക്കുന്നതാണ് ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം. ഏകദേശം 32 ദശലക്ഷം ആളുകൾക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യഗ്രഹണം കാണാനാവും. കയറ്റുമതി നിരോധിച്ചിരിക്കുന്ന അരി, ഗോതമ്പ്, ഉള്ളി തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നിരവധി അവശ്യ വസ്തുക്കളുടെ വിതരണം മാലിദ്വീപിലേക്ക് കേന്ദ്രം അനുവദിച്ചതായി റിപ്പോർട്ടുണ്ട്. അരി, പഞ്ചസാര, ഉള്ളി എന്നിവയുടെ പ്രധാന കയറ്റുമതിക്കാരായി അറിയപ്പെടുന്ന ഇന്ത്യ ഈ ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതിക്ക് മുമ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 2024-25 കാലയളവിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര ഉടമ്പടി പ്രകാരം ഈ കയറ്റുമതി മാലിദ്വീപിലേക്ക് അനുവദിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് DGAFന്റെ ഒരു വിജ്ഞാപനത്തിൽ പറഞ്ഞു. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.